السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عقبة بن عامر رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل امرئ في ظل صدقته. റവാഹു അഹ്മദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീത്ത് കിതാബിലെ 1733 ഹദീത്ത് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നാളെ പരലോകം എന്നുള്ളത് ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അതിന് പരലോകം, മറ്റൊരു ലോകം എന്ന് പറയപ്പെടുന്നത്. അതികഠിനമായ ചൂടിൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ നിൽക്കുന്നതിൻ്റെ അവസ്ഥ പറയുന്ന ഒരൊറ്റ സംഗതി മാത്രം മതി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ. നഗ്നരായിരിക്കും, ചേലാകർമ്മം ചെയ്യാത്തവരായിരിക്കും, നഗ്നപാതരായിരിക്കും. ഐഷാബി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനെ ഈ ദുനിയാവിൽ തന്നെ മനുഷ്യന്മാർ നടത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വൈകാരികമായ അവസ്ഥ വെച്ച് നോക്കിയാൽ അനിയന്ത്രിതമായ അവൻ്റെ മനസ്സ് അനാശാസ്യങ്ങളിലേക്ക് കണ്ണുപോകില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐഷ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം ആലോചിച്ച് തന്നെ മനുഷ്യന് അവനവനെ മറന്നുപോകും. പിന്നീട് അവരനെ നോക്കാണ്ടാവുക. സൂര്യൻ ഒരു ചാൻ മുകളിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും പ്രയാസമായിരിക്കും. അവിടെ ഒരു തണലിനു വേണ്ടി മനുഷ്യൻ വളരെ അത്യാവശ്യത്തോടുകൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവനവൻ്റെ കയ്യൊന്ന് വെക്കാൻ പറ്റണ്ടേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായ സീല് വെക്കുന്ന ദിവസമാണ്, കൈകൾ സംസാരിക്കുന്ന ദിവസമാണ്. ഇന്നത്തേതല്ല, നാളെ വ്യത്യസ്തമാണ്. കാലുകൾ സാക്ഷി പറയുന്ന ദിവസമാണ്. അതുകൊണ്ടൊരു തണൽ കിട്ടാൻ, ഒരു നിഴൽ കിട്ടാൻ ഒരു മാർഗം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച നിരവധി മാർഗങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒന്ന് അസ്സദഖയാണ്, ദാനധർമ്മം നിർവഹിക്കുക എന്നത്. എളുപ്പമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടുപ്പമാണ്. അതുകൊണ്ടാണ് സൂറത്തു ഹുമസയുടെ തുടക്കത്തിൽ മനുഷ്യൻ്റെ നാശത്തെപ്പറ്റി പറഞ്ഞത്, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എല്ലാവരും കുത്തിപ്പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 4 അണ കയ്യിലുള്ളത് കൊണ്ടാണ്. അത് ജമാഅമാലം വഅദ്ദദ, എണ്ണിക്കണക്കാക്കുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, തനിക്ക് എന്തിനും മതിയായതാണ് എന്ന് തോന്നിപ്പിക്കലുണ്ടാവുന്നു. അത് മനുഷ്യൻ്റെ മനസ്സിനെ പിരിമുറുക്കും. പരിശുദ്ധ ഖുർആനിലെ 59 സൂറത്ത് ഹശ്റിലെ 9 ആയത്തിലൂടെ വിശ്വാസികൾ വിജയിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആരാണോ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് അവനാണ് വിജയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിപ്പെട്ടത് ഇങ്ങനെയാണ്: നാളെ പാരത്രികമായ ലോകത്ത് 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല, അള്ളാഹുവിൻ്റെ തണൽ അല്ലാതെ മറ്റൊരു നിഴലും ഇല്ലാത്ത ആ ഒരു ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ ഒന്ന്, വറജുലുൻ തസദ്ദഖ ബിസദ്ഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു. തൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ രഹസ്യമായി ദാനധർമ്മം നിർവഹിച്ചവരായിരിക്കും നാളെ പരലോകത്ത് അത്തരം മഹാഭാഗ്യത്തിൻ്റെ ഉടമകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ കോപം കെടുത്തിക്കളയാൻ, അള്ളാഹുവിൻ്റെ കോപം ശമിപ്പിക്കാൻ മനുഷ്യൻ്റെ സ്വതക്ക ഉപകരിക്കും. അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയാൻ മനുഷ്യൻ്റെ സ്വതക്ക ഉപകരിക്കും. ആരാണോ സ്വതക്ക നിർവഹിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുംരീൻ, ഓരോ മനുഷ്യനും ഫീ ളില്ലി സ്വദഖതിഹി, തൻ്റെ സ്വതക്കയുടെ നിഴലിലായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാമനസ്സിൻ്റെ വിശാലതയോടുകൂടി ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാനും അതുവഴി നാളെ പരലോകത്ത് വിജയിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
നാം നിർവഹിക്കുന്ന സദഖയുടെ ഫലമായി ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന ഇരു ലോകത്തും അവ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ ഇബാദത്തും ദിക്റുകളും ഔറാദുകളും നിർവഹിക്കുവാൻ ആവശ്യമായ എല്ലാവിധ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകി അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.